NK പ്രേമചന്ദ്രൻ MP മാധ്യമങ്ങളെ കാണുകയാണ്. സോളാർ കേസ് അട്ടിമറിക്കാൻ, സമരം അട്ടിമറിക്കാൻ വേണ്ടി ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് NK പ്രേമചന്ദ്രൻ ഇടപെട്ടിരുന്ന ആക്ഷേപം നിലനിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ അല്ലെങ്കിൽ ആ ലേഖനത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള UDF നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ആ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. സമരം അവസാനിക്കുന്നു, അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പലതലത്തിൽ നടക്കുന്നു എന്ന അഭ്യൂഹങ്ങൾ രാവിലെ തന്നെ പരന്നിരുന്നു. ശ്രീ തോമസ് ഐസക് കന്റോൺമെന്റ് ഗേറ്റിലും ഞാൻ ട്രിവാൻഡ്രം ഹോട്ടലിന് സമീപമുള്ള സെക്രട്ടേറിയറ്റിന്റെ തെക്കേ ഗേറ്റിലും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ രാജിയില്ലാതെ ഒരു തരത്തിലും ഈ സമരം പിൻവലിക്കില്ല എന്ന് വളരെ ആവേശത്തോടെ തീവ്രമായ വികാരത്തോടുകൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള അസീസേട്ടന്റെ നിർദ്ദേശപ്രകാരം എനിക്ക് കുറിപ്പ് ലഭിക്കുന്നത്. പാർട്ടി ഓഫീസിൽ നിന്ന് വന്ന് അടിയന്തരമായി AKG സെന്ററിലേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചത്. അങ്ങനെ സത്യത്തിൽ ഞാൻ പ്രസംഗം നിർത്തുകയായിരുന്നു. AKG സെന്ററിൽ ചെല്ലാനുള്ള നിർദ്ദേശം പാർട്ടിയിൽ നിന്ന് RSPയിൽ നിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചുകൊണ്ട് നിന്ന് ഞാൻ എന്റെ പ്രസംഗം തെക്കേ ഗേറ്റിൽ ട്രിവാൻഡ്രം ഹോട്ടലിന് സമീപമുള്ള ഗേറ്റിന് സമീപമുള്ള പ്രസംഗം നിർത്തി. ഞാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാബ് A അസീസിനോടൊപ്പം ഞങ്ങൾ നേരെ AKG സെന്ററിൽ ചെല്ലുന്നു. AKG സെന്ററിൽ ചെല്ലുമ്പോൾ ഏതാണ്ട് സമരം അവസാനിപ്പിച്ച തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞു. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ദൃശ്യമാധ്യമത്തിലൂടെ കാണാൻ വേണ്ടിയിട്ടുള്ള ടെലിവിഷൻ സെറ്റ് അടക്കം LDF യോഗം ചേരുന്ന മുറിയിൽ ക്രമീകരിച്ച് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കാണാൻ വേണ്ടി LDFന്റെ നേതാക്കളൊക്കെ കാത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാനും ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ ASCസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ സാഹചര്യങ്ങളാകെ വിശദീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് പ്രഖ്യാപിക്കാമെന്ന് ഗവൺമെന്റ് സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പത്രസമ്മേളനം കണ്ടതിന് ശേഷം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് പൊതുവായി നിർദ്ദേശം വന്നത്. പത്രസമ്മേളനം നടന്നു. മുഖ്യമന്ത്രി ഗവൺമെന്റ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ചർച്ചകളിലാണ് ഒരു പൊതുസമവായത്തിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കാനുള്ള തീരുമാനം ഔപചാരികമായി എടുത്തത്. ഇതാണ് വസ്തുത. നിർഭാഗ്യവശാൽ അതിൽ എന്റെ പേര് പരാമർശിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. ഒരു തരത്തിലുള്ള ചർച്ചയും, കാരണം അങ്ങനെ UDF നേതൃത്വവുമായി ഒരു ലൈസോൺ ബന്ധം ഉണ്ടായിരുന്നയാളല്ല ഞാൻ. LDFന്റെ ശക്തനായ വക്താവായി പ്രചരണ രംഗത്തും പ്രക്ഷോഭ രംഗത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ LDFന്റെ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഗവൺമെന്റുമായിട്ടോ UDFന്റെ പ്രതിനിധികളുമായിട്ടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു തരത്തിലുള്ള ഇടപെടലും ചർച്ചയും നടത്തിയിട്ടില്ല. അങ്ങനെ LDF ചർച്ച നടത്താൻ വേണ്ടി എന്നെ നിയോഗിച്ചിട്ടുമില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം വന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഒരുപക്ഷെ ശ്രീ ജോൺ മുണ്ടക്കയത്തിന് ആരെങ്കിലും തെറ്റായി ഫീഡ് ചെയ്തിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. പക്ഷെ അദ്ദേഹം വളരെ നേരത്തെ ഈ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് ഞാനുമായി സംസാരിച്ചിരുന്നു. ഈ സമരത്തിന്റെ വിശദാംശങ്ങൾ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജോൺ ബ്രിട്ടാസ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു എന്ന് അന്ന് അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചിരുന്നു. അതിനപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് സമരം അവസാനിപ്പിക്കാൻ ഇടയായിട്ടുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഒരു ധാരണയും ഒരു വ്യക്തതയും ആ സമരമുഖത്ത് മുഴുവൻ സമയ പ്രവർത്തകനായി തുടക്കം മുതൽ അതിന്റെ നേതൃപരമായ നിലയിൽ പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ അവസാനിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള പശ്ചാത്തലം, സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളെ സംബന്ധിച്ച് എനിക്ക് ഒരറിവുമില്ല, ഒരു ധാരണയുമില്ല, ഒരു തരത്തിലുള്ള ദൌത്യവും എന്നെ ഏൽപ്പിച്ചിരുന്നുമില്ല. എന്നാൽ ഒരു കാര്യം ശരിയാണ്, LDF യോഗത്തിന് ശേഷം അതിനുശേഷം നടന്ന യോഗങ്ങളിൽ അന്ന് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ മുമ്പാകെയുള്ള ടേംസ് ഓഫ് റെഫറൻസ്
മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൂടി അന്വേഷണ പരിധിയിൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ടേംസ് ഓഫ് റെഫറൻസ് തയ്യാറാക്കിയത് ഞാനാണ്. അത് LDF എന്നെ നിയോഗിച്ചതനുസരിച്ച് ഞാൻ തന്നെയാണ് അത് തയ്യാറാക്കി LDF യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അംഗീകരിച്ചിട്ടാണ് സംസ്ഥാനത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറി മുഖാന്തരം ആ ടേംസ് ഓഫ് റെഫറൻസുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള രേഖ കൈമാറുന്നത്. അല്ലാതെ ഒരു തരത്തിലും ഗവൺമെന്റുമായിട്ടോ ഗവൺമെന്റ് ഏജൻസികളുമായിട്ടോ UDF നേതാക്കളുമായിട്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഒരു തരത്തിലുള്ള ഇടപെടലും അന്ന് സമരമുഖത്ത് നിന്ന ഒരാളെന്ന നിലയിൽ ഞാൻ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ തന്നെ സമരം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നത് അറിയുന്നത് ഞാൻ ആ പ്രക്ഷോഭ രംഗത്ത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ്. സത്യത്തിൽ പാർട്ടി ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശാനുസരണം പ്രസംഗം അവസാനിപ്പിച്ച് അടിയന്തരമായി AKG സെന്ററിലെത്താൻ ആവശ്യപ്പെടുന്നതും അങ്ങനെ അവിടെ എത്തിച്ചേരുന്നതും ഈ സംഭവങ്ങൾക്ക് സാക്ഷിയാകുന്നതും. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും AKG സെന്ററിൽ നിന്ന് ഇറങ്ങി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നാണ് സെക്രട്ടേറിയറ്റ് നടയിലെത്തി സമരം അവസാനിപ്പിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിലും സമരത്തിന് നേതൃത്വം കൊടുത്തയാളെന്ന നിലയിലും ഒറ്റ പ്രസംഗം, ആ വിശദീകരണ പ്രസംഗത്തിലൂടെയാണ് സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോകുന്നത്. ഇതാണ് ഇതിന്റെ നിജസ്ഥിതി. ഇന്നലെയും ഇന്നുമായി നിരവധി മാധ്യമ പ്രവർത്തകർ നിരന്തരം കാണണം, പ്രതികരണം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സത്യത്തിൽ നിങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിപ്പിച്ച് ഈ കാര്യം എല്ലാവരോടും ഒരുമിച്ചായി വ്യക്തമാക്കാൻ, വിശദീകരിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചത്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവത്തിന്റെ നിജസ്ഥിതി എനിക്ക് നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ളത്. യാതൊരു ഒരറിവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇടനിലക്കാരായിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഇടനില എന്ന് പറയാൻ കഴിയുമോ? എന്റെ അഭിപ്രായത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ഡീൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകണം. ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു ഡീൽ ഉണ്ടാകുന്നത്. ഒരു സമരമാകുമ്പോൾ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകരുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ രണ്ട് ഭാഗത്തും നിൽക്കുന്നവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ചർച്ചകൾ നടത്തുമ്പോൾ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങൽ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെങ്കിലാണ് അതിന് വാർത്താ പ്രാധാന്യമുള്ളതും ഗൗരവമുള്ളതും. ഇവിടെ അങ്ങനെ ഏതെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിട്ടുണ്ട് എന്ന നിലയിലുള്ള ഒരു ആക്ഷേപം, ആരോപണം ഇതേവരെ ആരും ഉന്നയിക്കപ്പെട്ടിട്ടില്ല. പൊതുമണ്ഡലത്തിൽ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ആരും പ്രത്യക്ഷമായി പറഞ്ഞു. ഞാൻ അതാരും പരസ്യമായി ഇന്നേ വരെ ഔപചാരികമായി ആ കാര്യത്തെ സംബന്ധിച്ച് ആരും പറഞ്ഞിട്ടില്ല. സ്ഥിരീകരിക്കുന്ന നിലയിലുള്ള തെളിവുകൾ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഡീൽ ഉണ്ടാകണമെങ്കിൽ കൊടുക്കൽ വാങ്ങൽ ഉണ്ടാകണം. കേരളം കണ്ട അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ സമരം, ആ സമരം ആരംഭിച്ചതിന്റെ മുദ്രാവാക്യം മുഖ്യമന്ത്രിയുടെ രാജി. അങ്ങനെ ഒരു സർക്കാരിനെ താഴെയിടാൻ മാത്രം ശേഷിയുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരുന്നു, രാപ്പകൽ നീളുന്നു. 1.5 ദിവസം കൊണ്ട് സമരം അവസാനിക്കും. ഈ 1.5 ദിവസം കൊണ്ട് സമരം അവസാനിക്കാൻ കാരണമായിട്ടുള്ളത് ഈ ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്നതാണ്. അതിന് മുമ്പേ മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞതാണ് ഏത് അന്വേഷണത്തിനും തയ്യാറാണ്. അപ്പോൾ ഒരു സമരം അവസാനിക്കാൻ മാത്രമുള്ള ഒരു കാരണമില്ല എന്ന് അന്ന് തന്നെ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പൊ ഈ ഡീല് പുറത്തു വന്നിട്ടുള്ള ശരിയായിരിക്കും, പക്ഷെ അങ്ങനെ ഒരു ഡീലിന്റെ പുറത്തായിരിക്കില്ല ഇത്തരത്തിലൊരു സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും തയ്യാറായിട്ടുണ്ടാകുക, അല്ലെങ്കിൽ സർക്കാർ അതിന് വഴങ്ങിയിട്ടുണ്ടാകുക. ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് പ്രതിപക്ഷം പിന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന്റെ പുറത്തായിരിക്കില്ല എന്നൊക്കെയാണ് സംശയം. സർക്കാർ വഴങ്ങിയില്ലല്ലോ. സമരത്തിന്റെ ഡിമാൻഡ് എന്തായിരുന്നു? സമരത്തിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് മുഖ്യമന്ത്രിയുടെ രാജിവെച്ചതിന് ശേഷം ജുഡീഷ്യൽ അന്വേഷണം എന്നതായിരുന്നു. ജുഡീഷ്യൽ അന്വേഷണം വളരെ അഡ്വാൻസ് ആയി തന്നെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു, നിയമസഭയിൽ പോലും പറഞ്ഞതാണ്. പക്ഷെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മുഖ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് മറ്റൊരു തീർപ്പില്ല. അപ്പൊ പിന്നെ എവിടെ ഗവൺമെന്റ് വഴങ്ങിയത്? അല്ലാതെ എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം. സമരത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ സമരത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഉമ്മൻചാണ്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് പ്രതിലോമകരമായ പ്രചാര പ്രവർത്തനം നടത്തുന്നതിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ ആ സമരത്തിന്, പ്രക്ഷോഭത്തിന് കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. 2016 നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ
അതിന്റെ പ്രതിഫലനമുണ്ടായി. കാരണം ഇത്രയധികം ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വൻപിച്ച ജനകീയ സോളാർ സമരം ഒത്തുതീർപ്പ് നടത്താൻ വേണ്ടി ചില ഇടപെടലുകൾ ഉണ്ടായി എന്ന വെളിപ്പെടുത്തലിന്റെ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ താൻ ആ വിഷയത്തിൽ ആ നിലയ്ക്ക് ഇടപെട്ടിട്ടില്ല എന്ന് വിശദീകരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് NK പ്രേമചന്ദ്രൻ MP. തത്സമയം നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.